നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുരേന്ദ്രന് ഇനി ബി.ജെ.പിയിൽ റോൾ എന്തായിരിക്കും? കാര്യമായ ഒരു റോളും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയിൽ പിടിമുറുക്കിയതോടുകൂടി സുരേന്ദ്രൻ ഏറെക്കുറെ അവഗണിക്കപ്പെട്ടു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് സീറ്റ് ഉണ്ടാകുമോ എന്ന് പോലും ഇപ്പോൾ സംശയമാണെന്നാണ് ബി.ജെ.പിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. വി മുരളീധരന് സീറ്റ് ഉണ്ടാവുമെങ്കിലും കെ സുരേന്ദ്രൻ എവിടെ നിന്നും മത്സരിക്കുമെന്നുള്ള സംശയം ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചേക്കാൻ പോലും സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ ചില ബി.ജെ.പി നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതോടെ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട നേതാവ് പഴയ ശക്തനായ കെ സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയാക്കാൻ ബി.ജെ.പി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളുണ്ടായാലും പക്ഷേ അതൊന്നും പിന്നീട് വാർത്തകൾ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ദേശീയ നേതൃത്വം സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചില്ല എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കെ സുരേന്ദ്രൻ ബി.ജെ.പിയിൽ ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് പ്രസിഡന്റായി ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലധികം കാലം ബി.ജെ.പിയുടെ പ്രധാന മുഖമായിരുന്ന കെ സുരേന്ദ്രൻ ഇപ്പോൾ പതിയെ പാർട്ടിയിൽ ഒതുങ്ങുകയാണ് എന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാജീവ് ചന്ദ്രശേഖരുടെ കോപവും അതിൻ്റെ പിന്നിലുണ്ടത്രേ. സുരേന്ദ്രൻ മുരളീധര പക്ഷങ്ങളെ പൂർണ്ണമായും വെട്ടിയൊതുക്കിയാണ് പുതിയ ഭാരവാഹി പട്ടിക രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയത്. സുരേന്ദ്രൻ്റെ ആജന്മശത്രുവായ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് സുരേന്ദ്രപക്ഷത്തെ പൂർണ്ണമായും ഒതുക്കി മൂലക്കിരുത്താൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. അതിൻ്റെ ഇച്ഛാഭംഗവും വിഷമവും പലതവണ കെ സുരേന്ദ്രൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വി മുരളീധരനാകട്ടെ ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരമുള്ള നേതാവാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വഴിയാധാരമൊന്നും ആവുകയില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉറപ്പായും ജയിക്കുന്ന ഒരു സീറ്റ് തന്നെ വി മുരളീധരന് ലഭിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ വളരെ അടുത്തയാളാണ്. എന്നാൽ കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വവുമായി അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും RSS അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. പലതരം ആരോപണങ്ങളും, കുഴൽപ്പണ ആരോപണങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ, തനിക്കെതിരെ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്മാറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ മകനെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ഉദ്യോഗസ്ഥനായ സംഭവം ഉൾപ്പെടെ, ഇത്തരം പല കാര്യങ്ങളിലും നിരവധി ആരോപണങ്ങൾ സുരേന്ദ്രനെതിരെ ബി.ജെ.പിക്കുള്ളിൽ നിന്നും ഉയർന്നിരുന്നു. ഏതായാലും ബി.ജെ.പിയുടെ ശക്തനായ പ്രസിഡന്റായി അതിനെ നയിച്ചയാളാണ് സുരേന്ദ്രൻ. അണികൾക്കിടയിലും അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. സുരേന്ദ്രൻ്റെ ആത്മബന്ധമുള്ള അണികൾ 14 ജില്ലയിലുമുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടവെട്ടി വന്നയാളാണ് കെ സുരേന്ദ്രൻ. നല്ല സംഘാടകനാണ്, കരുത്തനാണ്, ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ രംഗത്തേക്ക് വന്നുകൂടി അദ്ദേഹം പതിയെ തഴയപ്പെട്ടു. കാരണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര നേതൃത്വം പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ ബി.ജെ.പിയെ എങ്ങനെ നയിക്കണം, ആരെ ഭാരവാഹിയാക്കണം, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരിക്കണം, ഇക്കാര്യത്തിലെല്ലാം ഏറെക്കുറെ പൂർണ്ണ സ്വാതന്ത്ര്യം രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇനി എന്ത് ചെയ്യും, എന്തായിരിക്കും കെ സുരേന്ദ്രൻ്റെ ബി.ജെ.പിയിലെ റോൾ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റോളും ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഒരു നിയമസഭാ സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നതിനേക്ക് അപ്പുറത്തേക്ക് കെ സുരേന്ദ്രൻ്റെ ബി.ജെ.പിയിൽ ഇനി കാര്യമായ റോളുകൾ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അതിനുള്ളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബി.ജെ.പിയുടെ ഒരു കാലത്ത് ഏറ്റവും കരുത്തനായ നേതാവ് ഇപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്, ഒതുങ്ങിപ്പെടുകയാണ്. രാജഗോപാലിനെ പോലെയൊക്കെ ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് 2016 പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും കരുത്തനായ മുഖമായ കെ സുരേന്ദ്രൻ ആ പാർട്ടിയിൽ ദൗർഭാഗ്യകരമായി തഴയപ്പെടുകയാണെന്നാണ് സുരേന്ദ്രൻ അനുകൂലികൾ പറയുന്നത്. ഏതായാലും സുരേന്ദ്രൻ്റെ കാര്യം ഇനി വലിയ കഷ്ടമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ഏറ്റുമുട്ടിയ ശേഷം അദ്ദേഹം പാർട്ടിയിൽ പൂർണ്ണമായും ഒതുക്കപ്പെടുകയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാലമാണ് ബി.ജെ.പിയിൽ.